നമസ്കാരം. ഗ്രാമ്യോച്ച വാർത്തകളിലേക്ക് സ്വാഗതം. തൃശൂർ പൂരത്തിന് സമാപനം ഭഗവതിമാർ ഉപചാരം ചൊല്ലി പിരിഞ്ഞു. പകൽപൂരത്തിന് ശേഷം ശ്രീമൂലസ്ഥാനത്ത് പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ തമ്മിൽ ഉപചാരം ചൊല്ലി പിരിഞ്ഞതോടെ തൃശൂർ പൂരത്തിന് കൊടിയിറക്കാം. അടുത്ത വർഷത്തെ പൂരത്തിന് കാണാമെന്ന വാഗ്ദാനം കൂടിയാണ് ഉപചാരം ചൊല്ലി പിരിയൽ. പോലീസുമായുള്ള തർക്കത്തെ തുടർന്ന് തിരുവമ്പാടി ദേവസ്വം തൃശൂർ പൂരം നിർത്തിവെച്ചു. രാത്രിയിൽ മഠത്തിൽ വരവ് പഞ്ചവാദ്യം നടക്കുന്നതിനിടെ നടുവിലാൽ ഭാഗത്ത് പോലീസ് ബാരിക്കേഡ് വെച്ച് എഴുന്നള്ളിപ്പ് തടഞ്ഞതാണ് പ്രകോപനത്തിന് കാരണമായതെന്നാണ് പറയുന്നത്. ഇതോടെ പഞ്ചവാദ്യക്കാർ വടക്കുന്നാഥ ക്ഷേത്ര നടയ്ക്ക് മുന്നിൽ വെച്ച് പിരിഞ്ഞുപോയി. ആനകളും പൂരപ്രേമികളും മടങ്ങി. നടുവിലാലിലെ പൂരപ്പന്തലിൻ്റെ ലൈറ്റ് അണച്ചു തിരുവമ്പാടി ദേവസ്വം ശക്തമായി പ്രതിഷേധിച്ചു. ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരം സംഭവം. പാറമേക്കാവിലമ്മയുടെ രാത്രി എഴുന്നള്ളിപ്പ് പോലീസ് ബാരിക്കേഡ് വെച്ച് തടയുകയും ഒരാനയെയും ഏതാനും മേളക്കാരെയും മാത്രം കടത്തിവിട്ടതും വലിയ ഒച്ചപ്പാടുണ്ടാക്കിയിരുന്നു. പൂരം തകർക്കാൻ പോലീസ് ശ്രമിക്കുകയാണെന്നാണ് തിരുവമ്പാടി ദേവസ്വം ആരോപിക്കുന്നത്. മദ്രസ അധ്യയന വർഷത്തിൻ്റെ ആരംഭത്തിൽ കൈതക്കൽ റിയാളുൽ ജന്ന സെക്കൻഡറി മദ്രസ സംഘടിപ്പിച്ച ഫത്ഹെ മുബാറക് പ്രമുഖ പ്രഭാഷകനും എഴുത്തുകാരനുമായ സയ്യിദ് ഹുസൈർ തങ്ങൾ വാടാനപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിൻ്റെ ധാർമ്മിക വളർച്ചയ്ക്ക് ആത്മീയ വിദ്യാഭ്യാസം അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. നവാഗതരായ വിദ്യാർത്ഥികൾക്ക് ആദ്യാക്ഷരമധുരവും അനുഗ്രഹ പ്രാർത്ഥനയും തങ്ങൾ നിർവഹിച്ചു. ചടങ്ങിൽ കഴിഞ്ഞ അധ്യയന വർഷം ഓരോ ക്ലാസുകളിൽ നിന്നും 1-2 സ്ഥാനക്കാരായി വിജയിച്ചവർക്കുള്ള പാരിതോഷികവും പൊതുപരീക്ഷാ ക്ലാസുകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള അവാർഡ് വിതരണവും നടന്നു. കഴിഞ്ഞ അധ്യയന വർഷം ഫുൾ അറ്റൻഡൻസ് നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ പ്രത്യേകം അനുമോദിച്ചു. മദ്രസ പ്രസിഡന്റ് കെ കുഞ്ഞിമുഹമ്മദ് ഹാജി അധ്യക്ഷനായിരുന്നു. സദർ മുഅല്ലിമീൻ അബ്ദുൾ ജലീൽ സഖാഫി ആമുഖ പ്രഭാഷണം നടത്തി. ജനറൽ സെക്രട്ടറി നാസർ ഖയ്യാലാസ്, PK മുഹീദ്ദീൻ സഖാഫി, നിസാർ സഖാഫി, ഉബൈദ് അൽ ഹസനി, ഹുസൈൻ അസനി, മുഹമ്മദ് ഹാഷിർ അസനി, ഷിഹാബുദ്ദീൻ ഹാറൂനി തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ആബ്സെൻറ്റി വോട്ടർമാർ വിഭാഗത്തിൽ ഉൾപ്പെട്ട അവശ്യ സർവീസിലെ ജീവനക്കാർക്ക് പോസ്റ്റൽ ബാലറ്റ് വഴി ഏപ്രിൽ 21, 22, 23 തീയതികളിൽ വോട്ട് രേഖപ്പെടുത്താം. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ തൃശൂർ ജില്ലാ പ്ലാനിംഗ് ഹാളിലാണ് പോസ്റ്റൽ വോട്ടിംഗ് സെൻറ്റർ സജ്ജമാക്കിയിരിക്കുന്നത്. ഫോം 12D-യിൽ വരണാധികാരിക്ക് അപേക്ഷ നൽകിയ പോളിംഗ് ദിവസം ഡ്യൂട്ടിയിലുള്ള അവശ്യ സർവീസ് ജീവനക്കാർക്കാണ് വോട്ട് ചെയ്യാൻ അവസരം. പോളിംഗ് സ്റ്റേഷന് സമാനമായ സുരക്ഷാ സംവിധാനങ്ങളോട് കൂടിയാണ് പോസ്റ്റൽ വോട്ടിംഗ് സെൻറ്റർ പ്രവർത്തിക്കുന്നത്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ 323 അവശ്യ സർവീസ് ജീവനക്കാരാണ് വോട്ടിങ്ങിന് അർഹരായിട്ടുള്ളത്. ഗുരുവായൂർ 10, മണലൂർ 29, ഒല്ലൂർ 62, തൃശൂർ 50, നാട്ടിക 41, ഇരിങ്ങാലക്കുട 42, പുതുക്കാട് 89 എന്നിങ്ങനെയാണ് നിയോജക മണ്ഡലാടിസ്ഥാനത്തിലുള്ള കണക്ക്. സംസ്ഥാനത്ത് പോലീസ്, അഗ്നിരക്ഷാസേന, ജയിൽ, എക്സൈസ്, മിൽമ, ഇലക്ട്രിസിറ്റി, ജല അതോറിറ്റി, KSRTC, ട്രഷറി, ആരോഗ്യ സർവീസസ്, വനം, കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളായ ഓൾ ഇന്ത്യ റേഡിയോ, ദൂരദർശൻ, BSNL, റെയിൽവേ, പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ്, മാധ്യമപ്രവർത്തകർ, കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് എന്നിവയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവശ്യ സർവീസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപേക്ഷകർ ഈ അവസരം പ്രയോജനപ്പെടുത്തി വോട്ടവകാശം വിനിയോഗിക്കണമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ അറിയിച്ചു. സംസ്ഥാനത്ത് വൈദ്യുത വാഹനങ്ങളുടെ എണ്ണം കുതിച്ചുയരുന്നതിൽ ആശങ്കയുമായി KSEB. വൈദ്യുതി ലഭ്യത കുറവുള്ള സമയമായതിനാൽ ഉപയോഗം സംബന്ധിച്ച് ബോധവൽക്കരണവുമായി ഇറങ്ങിയിരിക്കുകയാണ് അധികൃതർ. സംസ്ഥാനത്ത് 2023-ൽ 75,790 വൈദ്യുത വാഹനങ്ങളാണ് രജിസ്റ്റർ ചെയ്തത്. 2024-ൽ ഇതുവരെയുള്ള കണക്ക് പ്രകാരം 26,855 വാഹനങ്ങളും 2020-ന് ശേഷമാണ് ഇവിടെ വൈദ്യുതി വാഹന വിപണിയിൽ കുതിപ്പുണ്ടായതെന്നാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. 2020-ൽ രജിസ്റ്റർ ചെയ്തത് കേവലം 1,366 വാഹനങ്ങളായിരുന്നു. 2021-ൽ 8,734 ആയി. 2022-ൽ കുത്തനെ ഉയർന്ന് 39,618-ലെത്തി. തൊട്ടടുത്ത വർഷമായപ്പോഴേക്കും ഏതാണ്ട് ഇരട്ടിയായി. മലിനീകരണം കുറയ്ക്കുമെന്ന ഗുണവശം ഉള്ളപ്പോൾ തന്നെ പൊതുവൈദ്യുതോപയോഗം കൂടുന്നതാണ് വെല്ലുവിളി. ഇത്തരം വാഹനങ്ങൾ ക്രമാതീതമായി കൂടുന്നത് പ്രതിസന്ധിയിലാക്കുന്നത് KSEB-യാണ്. വേനൽക്കാലം കൂടിയാകുമ്പോൾ ബുദ്ധിമുട്ട് ഇരട്ടിക്കും. വൻതോതിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന വാഹനങ്ങൾ രാത്രി ചാർജ് ചെയ്യുന്നത് മൂലം ട്രാൻസ്ഫോമറുകളുടെ ലോഡ് കൂടുന്നതിനും ഫ്യൂസ് പോകുന്നതിനും ഇടയാക്കുന്നുണ്ടെന്ന് KSEB പറയുന്നു. പ്രമുഖ ഇന്ത്യൻ വിമാന കമ്പനിയായ എയർ ഇന്ത്യ ഇസ്രായേലിലേക്കുള്ള വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചു. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തെ തുടർന്ന് പശ്ചിമേഷ്യയിലുണ്ടായ സാഹചര്യമാണ് വിമാന സർവീസുകൾ നിർത്താൻ കാരണം.
നിലവിൽ ഏപ്രിൽ 30 വരെ ഇസ്രായേൽ തലസ്ഥാനമായ ടെൽ അവീവിലേക്കും തിരിച്ചുമുള്ള സർവീസുകൾ നിർത്തിയതായി എയർ ഇന്ത്യ അറിയിച്ചു. കാരമുക്ക് വിളക്കുംകാൽ താമരപ്പള്ളി ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര ഉത്സവം ഭക്തി നിർഭരമായി. ഏപ്രിൽ 13 മുതൽ ആരംഭിച്ച ആഘോഷങ്ങളുടെ അവസാന ദിവസമായ ശനിയാഴ്ച നടത്തിയ ആറാട്ടിനോടുകൂടി ഉത്സവ പരിപാടികൾക്ക് പര്യവസാനമായി. വെള്ളിയാഴ്ച രാവിലെ ഉഷപൂജ, മുളപൂജ, ശ്രീഭൂതബലി എന്നിവ നടന്നു. അയ്യപ്പക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പും പറനിറക്കലും നടന്നു. വൈകിട്ട് നിറമാല, അത്താഴപൂജ എന്നിവയ്ക്ക് ശേഷം പള്ളിവേട്ടയും എഴുന്നള്ളിപ്പും നടന്നു. ചടങ്ങുകൾക്ക് ബ്രഹ്മശ്രീ രമേഷ് പച്ചാമ്പള്ളി, ത്രിവിക്രമൻ കല്ലേലി, നാരായണൻ പച്ചാമ്പള്ളി, ശ്രീരാമൻ പച്ചാമ്പള്ളി എന്നിവർ മുഖ്യ കാർമ്മികരായി. ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികളായ കൺവീനർ ഉണ്ണികൃഷ്ണൻ, ജോയിന്റ് കൺവീനർ സത്യനാഥൻ, ട്രഷറർ ബാലചന്ദ്രൻ, മറ്റംഗങ്ങളായ ജാതവേദൻ, വിനയൻ, ഷാജു രാമചന്ദ്രൻ, ഗോപി ദാമോദരൻ എന്നിവർ നേതൃത്വം നൽകി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.